രാജാവിന് ഏറ്റവും അടുത്ത വിശ്വസ്തനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു കുരുവി. ഒരിക്കൽ കുരുവി രാജാവിനോട് പറഞ്ഞു തൻ്റെ അച്ഛനമ്മമാരെ കാണാൻ ആഗ്രഹമുണ്ട് എന്ന്. രാജാവിന് വല്ലാത്ത സങ്കടം തോന്നി. കാരണം കുരുവിയെ പിരിഞ്ഞിരിക്കുക എന്നത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിലും രാജാവ് സമ്മതിച്ചു. കാടും മേടും താണ്ടി ദൂരങ്ങൾ ഒരുപാട് പിന്നിട്ട് കുരുവി അച്ഛനമ്മമാരുടെ അരികിലെത്തി. ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിച്ചു. തിരികെ കൊട്ടാരത്തിലേക്ക് പോരാൻ നേരം കുരുവിയുടെ കൈകളിലേക്ക് അച്ഛനമ്മമാർ ഒരു പഴം വെച്ചു കൊടുത്തു. എന്നിട്ട് കുരുവിയോട് പറഞ്ഞു, നീ ഈ പഴം രാജാവിന് കൊടുക്കണം. അദ്ദേഹം ഈ പഴം ഭക്ഷിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം വിട്ടൊഴിയും. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും യൗവനവും അദ്ദേഹത്തിന് തിരികെ കിട്ടും. അവൾക്ക് സന്തോഷമായി. അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് അവൾ തിരികെ കൊട്ടാരത്തിലേക്ക് പറന്നു. ദൂരങ്ങൾ ഒരുപാട് പിന്നിട്ടപ്പോൾ തളർച്ച തോന്നിയ അവൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ വിശ്രമിക്കാനിരുന്നു. ക്ഷീണം കാരണം വൈകാതെ തന്നെ അവൾ ഉറങ്ങിപ്പോയി. ഈ സമയം അവിടേക്ക് വന്ന വിഷമുള്ള ഒരു സർപ്പം അവളുടെ കയ്യിലുള്ള പഴത്തിൽ ഒന്ന് കടിച്ചു. ഇതൊന്നും അറിയാതെ അവൾ ഉറങ്ങുകയായിരുന്നു. ഉറക്കമെണീറ്റ കുരുവി വീണ്ടും യാത്ര തുടർന്നു. കൊട്ടാരത്തിലെത്തിയ അവൾ രാജാവിൻ്റെ കൈകളിലേക്ക് ആ പഴം വെച്ചു കൊടുത്തു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങിത് ഭക്ഷിക്കണം. ഇത് അത്ഭുത സിദ്ധിയുള്ള പഴമാണ്. ഈ പഴം അങ്ങ് ഭക്ഷിച്ചാൽ അങ്ങയുടെ ജരാനരകൾ വിട്ടൊഴിയും. അങ്ങയുടെ യൗവനവും ആരോഗ്യവും അങ്ങേക്ക് തിരികെ കിട്ടും. രാജാവിന് സന്തോഷമായി. രാജാവ് പഴം ഭക്ഷിക്കാൻ ഒരുങ്ങി. പെട്ടെന്ന് മന്ത്രി അദ്ദേഹത്തെ തടഞ്ഞു. മന്ത്രി രാജാവിനോട് പറഞ്ഞു, ഈ പഴം കൊട്ടാരത്തിന് പുറത്തുനിന്ന് വന്നതാണ്. ഇത് ഭക്ഷ്യയോഗ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അങ്ങ് ഭക്ഷിക്കണം. രാജാവ് സമ്മതിച്ചു. ആ പഴത്തിൽ നിന്ന് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്ത് കാവൽക്കാരിൽ ഒരാൾക്ക് മന്ത്രി കഴിക്കാൻ കൊടുത്തു. കാവൽക്കാരൻ ആ പഴം ഭക്ഷിച്ചു. അടുത്ത നിമിഷം അയാൾ മരിച്ചു വീണു. രാജാവ് ഞെട്ടി. കോപം കൊണ്ട് അന്ധനായ അദ്ദേഹം കുരുവിക്ക് നേരെ അലറി, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇല്ല, അങ്ങയെ ഞാൻ ചതിക്കില്ല. അങ്ങൻ്റെ പ്രാണനാണ്. അങ്ങേക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യില്ല. സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. സത്യം എന്താണെന്ന് അങ്ങ് അന്വേഷിക്കണം. കുരുവി രാജാവിൻ്റെ കാൽക്കൽ വീണ് കണ്ണീരോടെ കേണപേക്ഷിച്ചു. കുരുവിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അത്രമേൽ ദേഷ്യത്തോടെ രാജാവ് തൻ്റെ ഭടന്മാരോട് കൽപ്പിച്ചു, ഇവൾ എന്നെ ചതിച്ചു. ഇനി ഒരു നിമിഷം പോലും ഇവൾ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവരുത്. രാജകൽപ്പന നിറവേറ്റപ്പെട്ടു. രാജഭടന്മാരുടെ വാളുകൾക്ക് അവൾ ഇരയായി. അത്രമേൽ പ്രിയപ്പെട്ട രാജാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ പ്രാണൻ പറന്നകന്നു. തൻ്റെ കയ്യിലുള്ള പഴം രാജാവ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ദിവസങ്ങൾ ഒരുപാട് പിന്നിട്ടു. രാജാവ് വലിച്ചെറിഞ്ഞ ആ പഴത്തിൻ്റെ വിത്തിൽ നിന്നും ഒരു പുതിയ ചെടി മുളച്ചു വന്നു. അധികം വൈകാതെ അതൊരു വൃക്ഷമായി മാറി. അതിൽ പഴങ്ങളുണ്ടാവാൻ തുടങ്ങി. ഈ വിവരമറിഞ്ഞ രാജാവ് ജനങ്ങളോട് കൽപ്പിച്ചു, അതിൽ നിന്ന് ആരും പഴം പറിച്ച് ഭക്ഷിക്കരുത് എന്ന്. ഒരിക്കൽ ഒരു വൃദ്ധ ദമ്പതികൾ അതുവഴി വന്നു. അവർ ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു. അവർക്ക് രാജകൽപ്പന അറിയില്ലായിരുന്നു. വിശന്ന് തളർന്ന അവർ ആ മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചു ഭക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവർ ചെറുപ്പക്കാരായി മാറി. നിമിഷങ്ങൾക്കകം ഈ വാർത്ത രാജാവിൻ്റെ ചെവിയിലെത്തി. പക്ഷേ രാജാവ് വിശ്വസിക്കാൻ തയ്യാറായില്ല. തൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും വൃദ്ധനായ ഒരാൾക്ക് രാജാവ് ആ പഴം ഭക്ഷിക്കാൻ നൽകി. നിമിഷനേരങ്ങൾ കൊണ്ട് വൃദ്ധനായ അയാൾ യുവാവായി മാറി. രാജാവ് ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ തൻ്റെ സുഹൃത്തായ കുരുവി പറഞ്ഞത് സത്യമായിരുന്നു. തൻ്റെ ദേഷ്യം, തൻ്റെ മുൻകോപം, തൻ്റെ എടുത്തുചാട്ടം, ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെടുത്തിയത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെയാണ്. സത്യമെന്തെന്ന് തനിക്ക് അന്വേഷിക്കാമായിരുന്നു. എന്നിട്ടും താനത് ചെയ്തില്ല. തൻ്റെ അന്ധമായ ദേഷ്യം തനിക്ക് നഷ്ടപ്പെടുത്തിയത് ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത, പകരം വയ്ക്കാനില്ലാത്ത ഒന്നിനെയാണ്. താൻ ചെയ്ത തെറ്റിന് തൻ്റെ മരണം വരെ വേട്ടയാടാനുള്ള ശേഷിയുണ്ട് എന്ന തിരിച്ചറിവിൽ രാജാവിൻ്റെ ഹൃദയം തകർന്നുപോയി. വികാരമല്ല, വിവേകമാണ് നമ്മളെ ഭരിക്കേണ്ടത്. വികാരത്തോടെ ഇരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം
അതെന്ത് തന്നെയായാലും ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് കാലം ഒരിക്കൽ നിങ്ങൾക്ക് മുന്നിൽ തെളിയിക്കും. ആ തെറ്റിന് ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ, മരണം വരെ നിങ്ങളെ വേട്ടയാടാനുള്ള ശക്തിയുണ്ടാവാം. ദേഷ്യം വരുമ്പോൾ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് സൈലൻസ്, മൗനം. മൗനമായിരിക്കുക. മൗനത്തേക്കാൾ വലിയ മറുപടിയൊന്നും ആരോടും പറയാനില്ല. നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന കാരണങ്ങൾ കൊണ്ട് ഒരിക്കലും പ്രശ്നങ്ങൾ സങ്കീർണമാവാറില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുന്നത്. നമ്മളിൽ പലരും വാളുകൊണ്ടല്ല, വാക്കുകൊണ്ട് മുറിവേറ്റപ്പെട്ടവരാണ്. കാലത്തിനും ഉണക്കാൻ കഴിയാത്ത വിധം മുറിവേറ്റപ്പെട്ടവർ. നമ്മളാൽ മറ്റൊരാൾ മുറിവേൽക്കപ്പെടരുത്.